മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലിരുന്ന് നമ്മളിത് സംവദിക്കുകയാണ്. ചിലർ പ്രാർത്ഥനാ മുറിയിലിരുന്ന്, വേറെ ചിലർ വാഹനത്തിലിരുന്ന്, വേറെ ചിലർ ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്ന്, വേറെ ചിലർ കിടപ്പ് മുറിയിലിരുന്ന്, ഇങ്ങനെ പലയിടങ്ങളിലിരുന്നു കൊണ്ട് ഈ വചനം ശ്രവിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങളും പരാജയങ്ങളും എപ്പോഴും കൈകോർത്തു പോകുന്നു എന്ന സത്യം മറക്കരുത്. വിജയം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്, പരാജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ തളരാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം. ഇന്നേതാ കർത്താവ് നമുക്കൊരു വചനം തരുന്നു. നെഹെമ്യയുടെ പുസ്തകം 2-ാം അധ്യായം 20-ാം വാക്യം. ഓർക്കണേ, സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. ജീവിതത്തിൽ എപ്പോഴും വിജയങ്ങളല്ല ഉണ്ടാകുന്നത്, വിജയങ്ങളും പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഇടകലർന്നാണ് വരുന്നത്. പരാജയങ്ങളെ ഓർത്ത് ഭയപ്പെടരുത്. പരാജയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കണം. പരാജയപ്പെട്ടാലോ എന്ന് ഭയന്ന് ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ പൈശാചികമായ ശക്തി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. പരാജയങ്ങളാണ് ഏതൊരുവനെയും വിജയത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞിൻ്റെ പഠനമായിക്കൊള്ളട്ടെ, ഒരു വ്യാപാരിയുടെ ബിസിനസ് ആയിക്കൊള്ളട്ടെ, ഒരു കുടുംബത്തിൻ്റെ ജീവിത ഭാരമായിക്കൊള്ളട്ടെ, പരാജയങ്ങളിലൂടെയാണ് വിജയത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക. അതുകൊണ്ട് മനസ്സിൽ ഓർത്തിരിക്കുക, ഓരോ പരാജയവും വീണ്ടും വീണ്ടും പരിശ്രമിക്കാനായിട്ടുള്ള സ്പിരിച്വൽ പവറാണ് നമുക്ക് തരുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.